നമസ്കാരം സുഹൃത്തുക്കളെ. ഓക്സിജൻ നല്ലതല്ലേ? എത്ര ഓക്സിജൻ വലിച്ചു കയറ്റിയാലും നമുക്ക് നല്ലതല്ലേ? അല്ല. ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒക്കെ ഇപ്പം ഓക്സിജൻ ബാറുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വീട്ടിലും ഒരു 2-3 സിലിണ്ടർ വാങ്ങിച്ച് ഓരോരുത്തർക്ക് രാവിലെയും വൈകുന്നേരവും മൂക്കിൽ കൂടി ഓക്സിജൻ കുത്തിക്കയറ്റിയാൽ നന്നായിരിക്കില്ലേ എന്ന് ചിലരിങ്ങനെ ചോദിക്കുകയുണ്ടായി. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയാണ് നമ്മൾ യൂഷ്വലി ശ്വസിക്കുന്ന ഓക്സിജൻ. അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ ശ്വസിക്കുന്ന, അതായത് നോർമൽ സീ ലെവലിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ ലെവലെന്ന് വെച്ചാൽ 21% ഓക്സിജനാണ്. അത് 20.95% എങ്ങാണ്ടാണ്. അത് ചില സ്ഥലങ്ങളിൽ കൂടിയിരിക്കും, കുറഞ്ഞിരിക്കും. പിന്നെ വരുന്നത് കുറേ ട്രേസ് ഗ്യാസസ് ഉണ്ട്. ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ കുറേ നിയോൺ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വളരെ ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ശ്വസിച്ച് അകത്ത് കയറ്റിയിട്ട് നമ്മുടെ ബ്ലഡിനെ ഓക്സിജനേറ്റ് ചെയ്യുന്നത്. നോർമലായിട്ടുള്ള ഒരാൾ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ ഓക്സിജൻ്റെ ആവശ്യം കൂടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൂടുതൽ നമ്മൾ ശ്വസിക്കും. ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡയഫ്രമാണ്. നമ്മുടെ ബ്രീതിങ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഡയഫ്രമാണ്. ഇത് ലങ്സിൻ്റെ താഴെയുള്ള ഒരു സെറ്റ് ഓഫ് മസിൽസാണ്. അപ്പോൾ ഈ ആവശ്യത്തിലധികം നമ്മൾ ഓക്സിജൻ ശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഡാമേജ് എന്ന് പറഞ്ഞൊരു പ്രശ്നം സംഭവിക്കും. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് അതിൻ്റെ വിശദ വിവരത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അത് നമുക്ക് നല്ലതല്ല. അത് ഡാമേജ് ഉണ്ടാക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ ഓക്സിജൻ ബാറുകളിൽ കൊടുക്കുന്ന ഓക്സിജൻ മോസ്റ്റ് പ്രോബബ്ലി ഒരു 95 to 99% ഓക്സിജൻ ആയിരിക്കും. ഈ 99% ഓക്സിജൻ എന്ന് പറയുന്നത് മൊത്തം നമ്മൾ മൂക്കിലിട്ട് അവർ കടത്തി വിടുന്നില്ല. ബിക്കോസ് ഹൈ പ്രഷറിലല്ല അത് വിടുന്നത്. അതൊരു മറ്റേ കാനുല, മറ്റേ ട്യൂബ്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ ട്യൂബ് വഴി ഇങ്ങനെ മൂക്കിൻ്റെ അറ്റത്ത് വെച്ചിട്ടാണ് വിടുന്നത്. അത് ഒരു 5-6 മിനിറ്റ് മാത്രമേ അത് ശ്വസിക്കൂ. അത് തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോർമൽ എയറും കൂടി ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഒരു ബിറ്റ്വീൻ 40 to 50% മാത്രമേ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. മാത്രമല്ല, ഇത് അങ്ങനെ ശ്വസിക്കുന്നത് കൊണ്ട് ശരീരത്തിന് വലിയ ഗുണവുമില്ല, വലിയ ദോഷവുമില്ല. പക്ഷേ പ്രൊലോങ്ഡ് പീരീഡിൽ ഈ ഓക്സിജൻ ഇങ്ങനെ ശ്വസിക്കുന്നത് ശരീരത്തിന് ദോഷം തന്നെയാണ്. അതുപോലെ ഹൈപ്പർ വെൻറ്റിലേഷൻ, ഈ ചില പ്രാണായാമ ഒക്കെ ചെയ്യുന്നത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രാണായാമ ചെയ്യുന്നത് ഒരു കണക്കിനും ശരീരത്തിന് നല്ലതല്ല. അത് നിങ്ങൾ എവിടെയൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കിയാലും, ഇപ്പം ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് മാത്രം, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഡാമേജ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് ക്ലിയറായിട്ട് വ്യക്തമായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ വെബ്സൈറ്റിലും പല സ്ഥലത്തും അതിൻ്റെ എന്തൊക്കെയാണ് ഡാമേജ് നടക്കുന്നതെന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയില്ലെങ്കിലും, പ്രത്യേകിച്ച് ബ്രെയിനിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയില്ലെങ്കിലും പലതരത്തിലുള്ള ബ്രെയിൻ ഡാമേജുകൾ സംഭവിക്കാം. സോ ഇതിനൊരു ബാലൻസ് ഉണ്ട്. അത് പ്രകൃതിയിൽ നമ്മൾ എവോൾവ് ചെയ്തിരിക്കുന്നത് ഈ 21% ശ്വസിച്ച് കാര്യങ്ങളെല്ലാം നടത്താനാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെറുതെ ഈ ആവശ്യമില്ലാത്ത തലവേദന വലിച്ച് കയറ്റണമോ എന്നുള്ളതാണ്. ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം. അവർ ഇത് ഓക്സിജൻ കൂടുതൽ വലിച്ചതുകൊണ്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം എന്താ പറയുക, പ്ലസീബോ ഇഫക്റ്റൊക്കെ അതിലുണ്ടാവാം. പിന്നെ അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് ഗോമൂത്രത്തിൽ നിന്നും സ്വർണം കണ്ടെത്തി. ഇതിനു മുമ്പ് ചാണകത്തിൽ നിന്നും പ്ലൂട്ടോണിയം ഉണ്ടെന്ന് പറയുകയും ഗോമൂത്രം കൊണ്ട് മുഖം കഴുകിയാൽ ക്യാൻസർ മാറുമെന്നും ഗോമൂത്രം കുടിച്ചാൽ വേറെ എന്തൊക്കെയോ കിട്ടുമെന്നും ഇങ്ങനെ പല പല പഠനങ്ങൾ നടത്തുന്നതെല്ലാം ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇവരാരും യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രത്തിൻ്റെ മാർഗം അല്ലെങ്കിൽ മോഡേൺ സയൻസിൻ്റെയോ മോഡേൺ മെഡിസിൻ്റെയോ മെത്തഡോളജി ഫോളോ ചെയ്തിട്ടുള്ള റിസർച്ചൊന്നുമല്ല. അവർക്ക് തോന്നുന്ന രീതിയിലുള്ള കുറേ തട്ടിക്കൂട്ട് റിസർച്ചുകളാണ്. ഇതിൻ്റെ എത്രയാണ് സാമ്പിൾസ് എടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മെത്തഡോളജി, അതൊന്നും പ്രോപ്പറായിട്ട് പബ്ലിഷൊന്നും ചെയ്തിട്ടില്ല. 400 പശുക്കളിൽ നിന്നും ആണ് ഈ സാമ്പിൾസ് എടുത്തതെന്ന്. പക്ഷേ എത്ര പീരിയഡ് അവർ ഈ സ്റ്റഡി നടത്തിയെന്നും ഒന്നും പറയുന്നില്ല. ഈ പശുക്കളെല്ലാം ഒരു പ്രദേശത്ത് തന്നെയാണോ, ഈ പശുക്കളുടെയൊക്കെ ഡയറ്റ് എന്തായിരുന്നു, ഇവർക്ക് സ്വർണം പൊടിച്ച്
അരച്ച് കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഈ മണ്ണിൽ ഉണ്ടാകുന്ന സസ്യങ്ങളിൽ നിന്നൊന്നും ഈ സ്വർണം വലിച്ചെടുത്ത് ഭക്ഷണത്തിൽ കൂടി കടത്തി വിട്ടതായിട്ട് ഇതുവരെ ഒന്നും തെളിഞ്ഞിട്ടില്ല. ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് വിശദമായിട്ടുള്ള പഠനങ്ങൾ, ആ പഠനത്തിൻ്റെ മെത്തഡോളജി ഉൾപ്പെടെ ആദ്യം കൊടുത്ത ഇതിൻ്റെ ഫീഡ് പരിശോധിക്കണം. ഇത് പശുവിൻ്റെ ഉള്ളിൽ തന്നെയാണോ ഇത് ഉണ്ടാക്കിയത്, ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ എങ്ങാനും ഈ പശുവിൻ്റെ ശരീരത്തിൽ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. ഒരു ഫ്യൂഷൻ റിയാക്ഷൻ, ഫിഷൻ അല്ല ഫ്യൂഷൻ റിയാക്ഷനിൽ കൂടി മാത്രമേ സ്വർണം ഉണ്ടാവൂ. ഈ നക്ഷത്രങ്ങളുടെയൊക്കെ ഉള്ളിൽ അതിൻ്റെ കോറിൽ ഈ സൂപ്പർനോവയിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് ഈ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ തന്നെ ഇത് വളരെ അപൂർവമായിട്ട് കാണുന്നൊരു സാധനമാണ്, റെയർ മെറ്റലാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റോമിക് വെയ്റ്റ് തന്നെ ഹെവി റേഞ്ചിൽ വരുന്നതാണ്. പലേഡിയം, ഗോൾഡ്, പ്ലാറ്റിനം ഒക്കെ നോബിൾ മെറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽപ്പെട്ട എന്തായാലും ഈ പ്ലാറ്റിനവും ഓസ്മിയമും ഒന്നും പശുവിൻ്റെ വയറ്റിൽ നിന്ന് കണ്ടതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്വർണ്ണം മാത്രമേ ഉള്ളൂ. കാരണം ഈ മൂത്രത്തിൻ്റെ നിറം വെച്ചിട്ടായിരിക്കും ഇത് പറഞ്ഞത്. പറഞ്ഞു വന്നത് എത്രമാത്രം സത്യമുണ്ട്? സത്യമേ ഇല്ല. സത്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രത്തിൻ്റെ രീതിയിൽ അത് തെളിയിക്കണം. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഡയറ്റിനെക്കുറിച്ച് എന്തെങ്കിലും ഡേറ്റ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഏത് പ്രദേശത്താണ് ഈ പശുക്കളുടെ ഇത് ഗ്യാദർ ചെയ്തതെന്ന്, ഈ സാമ്പിൾ ഗ്യാദർ ചെയ്തതെന്നുള്ള വിവരങ്ങൾ വേണം. അതുപോലെ തന്നെ ഈ പശുവിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ, ഈ പശുവിൻ്റെ കിഡ്നി സാമ്പിൾസ്, ഒരു പശുവിനെയെങ്കിലും ഡയസെക്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഈ സ്വർണം എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റൂ. പക്ഷേ പശുവിനെ കൊല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇതിനെ ഡയസെക്റ്റ് ചെയ്യുന്ന കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ ശാസ്ത്രം ഓരോ കാര്യങ്ങൾ തെളിയിക്കുന്നത്. പക്ഷേ അതിനുള്ള അവസരങ്ങൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ, ഈ ജുനഗാദ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ, ജുനഗാദ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഇനി പറയാനുള്ളത്, നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ഒരുപാട് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ പലതും വളരെ പ്രസക്തമായ ചില വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ചില ധാരണകൾ, ചില അന്ധവിശ്വാസങ്ങൾ, ചില സൂഡോ സയൻസുകൾ, ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും വരുന്നത്. ചോദ്യങ്ങൾ പലതും ഞാൻ മെസ്സഞ്ചറിൽ കൂടി തന്നെയാണ് ഞാൻ ഉത്തരം തരുന്നത്. പക്ഷേ അതിൽ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ എടുത്തിട്ട് ഞാൻ അവിടെ ഒരാൾ എനിവേ വളരെ പ്രസക്തമായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു എപ്പിസോഡ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഞാൻ മറുപടി പറയാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നതായിരിക്കും. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.